ഹായ് ഹലോ എവ്രി വൺ എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്ന് ഒരു ഫുള്ളി പാക്ഡ് വർക്ക് ഡേ ഇൻ മൈ ലൈഫാണ്. കുറച്ച് നാൾ മുന്നേ എടുത്തു വെച്ച വീഡിയോ ആയിരുന്നു. ഇപ്പോഴാണ് എഡിറ്റ് ചെയ്യാനും അപ്ലോഡ് ചെയ്യാനൊക്കെ സമയം കിട്ടിയത്. സോ ഇന്ന് രണ്ട് വർക്കാണ് നമുക്കുണ്ടായിരുന്നത്. രാവിലെ ഒരു ഹിന്ദു വെഡിങ് പ്രോഗ്രാമും ആൻഡ് ദെൻ ഈവനിങ് ഒരു മുസ്ലിം വെഡിങ് റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ എന്നെക്കൊണ്ട് പറ്റാവുന്ന രീതിയിൽ മാക്സിമം ഈ ഒരു ഡേ കവർ ചെയ്യാനായിട്ട് ഞാൻ നോക്കിയിട്ടുണ്ട്. നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ രാവിലെ 10 മണിക്കാണ് നമ്മുടെ പ്രോഗ്രാം സ്റ്റാർട്ടായത്. ഹിന്ദു വെഡ്ഡിങ് ആയിരുന്നു. അമ്പലത്തിലെ ആ ഒരു താലികെട്ടിനൊക്കെ ശേഷം കപ്പിൾ സ്റ്റേജിലേക്ക് വരുന്നു. ആൻഡ് അത് കഴിഞ്ഞിട്ടുള്ള സെലിബ്രേഷൻസും കാര്യങ്ങളാണ്. ആൻഡ് ഇന്ന് ഈ ഒരു സ്റ്റേജിനെ പറ്റി പറയുകയാണെങ്കിൽ വളരെ ഭംഗിയായിട്ട് അവർ ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ, ഒരു ഹിന്ദു ട്രഡീഷണൽ ആയിട്ടുള്ള രീതിയിൽ നെറ്റിപ്പട്ടും ഗണപതിയും ഒക്കെ വെച്ചിട്ട് നമ്മുടെ കപ്പിളിൻ്റെ ആ ഒരു കോസ്റ്റ്യൂമിന് ഇണങ്ങുന്ന രീതിയിൽ നല്ല ഭംഗിയായിട്ട് തന്നെ സ്റ്റേജ് ഡെക്കോർ ചെയ്തിട്ടുണ്ടായിരുന്നു. എനിക്ക് വളരെ ഇഷ്ടമായി. ആൻഡ് നമ്മുടെ കപ്പിൾ എൻട്രിക്ക് ശേഷം ഫാമിലി മെമ്പേഴ്സിനെ എല്ലാവരെയും സ്റ്റേജിലേക്ക് ക്ഷണിച്ചു. ആൻഡ് ഒരു സെർമണി ഉണ്ടായിരുന്നു, നിലവിളക്ക് തെളിയിക്കുന്ന ചടങ്ങായിരുന്നു. അതിനുശേഷം നമ്മളൊരു ഡാൻസ് പ്രോഗ്രാം കൊടുത്തു. ഈ ഡാൻസ് ടീമിനെ എനിക്ക് കുറേ നാളായിട്ട് അറിയാവുന്നതാണ്. ഒത്തിരി വർക്ക് ഇവരുടെ ഒപ്പം ചെയ്തിട്ടുണ്ട്. DN ക്രൂ ആണ്, അതായത് പറവൂർ എറണാകുളം ബേസ്ഡ് ആയിട്ടാണ് ഇവർ പ്രോഗ്രാംസ് എടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റും തന്നെ ഒരു അടിപൊളി ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു. സോ നമ്മുടെ ആദ്യത്തെ സെർമണീസൊക്കെ കഴിഞ്ഞു. ദീപം തെളിയിക്കലുണ്ടായിരുന്നു, പിന്നെ അതുപോലെ മാലിടുന്ന ചടങ്ങ്, പിന്നെ ഒരു ഡാൻസ് പെർഫോമൻസ് ഉണ്ടായിരുന്നു, അതും കഴിഞ്ഞു. ഭയങ്കര ചൂട്, ഒരു രക്ഷയില്ല. നമ്മുടെ ഹാള് കുറച്ച് കൺജസ്റ്റഡ് ആണ്, പിന്നെ ഈ ടൈമിൻ്റെയും കൂടി ഒട്ടും സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഞാനിവിടെ ഒരു ചെറിയൊരു ഹാളുണ്ട് അപ്പുറത്ത്, അപ്പോൾ ഞാൻ അവിടെ നിൽക്കുകയാണ്. ഇപ്പോൾ സ്റ്റേജിൽ ഫോട്ടോ സെക്ഷൻ നടക്കുന്നുണ്ട്. നമുക്കൊരു 3-4 ഡാൻസ് പെർഫോമൻസും കൂടി ഇനി വരാനായിട്ടുണ്ട്. ഞാൻ ആക്ച്വലി ഈ വീഡിയോ എടുക്കുന്നത് മെയ്യിലാണ്. മെയ് 1 വീഡിയോ എടുക്കുന്നത്. അതുകൊണ്ടാണ് ഈ ചൂടിൻ്റെ കാര്യമൊക്കെ പറഞ്ഞത്. ഇപ്പോൾ എനിക്കറിയാം ഈ മഴയത്ത് എന്ത് ചൂടെന്നായിരിക്കും ആലോചിക്കുന്നുണ്ടാവുക. അപ്പോൾ ആ ഒരു ടൈമിൽ എടുത്ത് വെച്ച വീഡിയോ ആയിരുന്നു. സോ ഇന്ന് മെയ് 1 തൊഴിലാളി ദിനം. അപ്പോൾ വീട്ടിലും പിന്നെ അതുപോലെ ഫ്രണ്ട്സ് എല്ലാവരും തൊഴിലാളി ദിനത്തിനോട് സംബന്ധിച്ച് ലീവൊക്കെ എടുത്ത് വീട്ടിൽ ഇന്ന് റെസ്റ്റാണ്. പക്ഷേ നമുക്ക് റെസ്റ്റില്ല. സോ ഇന്ന് 2 വർക്കാണ്. ഇന്ന് ഫസ്റ്റ് ഞാൻ ഇവിടെ വന്നപ്പോഴത്തേക്കും കുറച്ച് ലേറ്റ് ആയിരുന്നു. ആക്ച്വലി സംഭവം നമ്മുടെ വഴിയിൽ വരുന്ന അവിടെ ബ്ലോക്കായിരുന്നു. അപ്പോൾ മെയ് ദിനത്തിനോട് സംബന്ധിച്ച് റാലിയൊക്കെ ഉണ്ടായിരുന്നു. ഒരു 3 റാലി ഉണ്ടായിരുന്നു. ആക്ച്വലി എന്തിനാണ് ഇതെന്ന് എനിക്കറിയില്ല. നമ്മുടെ ബോർഡിൽ ഫ്രണ്ടിൽ തന്നെ വലിയ അക്ഷരത്തിൽ ജനങ്ങൾക്ക് വേണ്ടി എന്ന് എഴുതി വെച്ചിട്ടുണ്ട്. പക്ഷേ ജനങ്ങൾക്ക് വേണ്ട, ജനങ്ങൾക്ക് അതിൻ്റെ ആവശ്യമുണ്ടോ? സാധാരണ ജനങ്ങളാണ് ബുദ്ധിമുട്ടുന്നത്. സോ അപ്പോൾ കുറച്ച് ലേറ്റ് ആയിട്ടാണ് എത്തിയത്. ബട്ട് സ്റ്റിൽ അത് മാനേജ് ചെയ്തു. ആൻഡ് ഫസ്റ്റത്തെ പരിപാടിയിൽ, അതായത് നമ്മുടെ ഈ ഒരു വെഡ്ഡിങ് സെറമണിയിൽ എനിക്ക് ഏറ്റവും എക്സൈറ്റിംഗ് ആയിട്ടുള്ളത് ഹിന്ദു വെഡ്ഡിങ് ആയതുകൊണ്ട് ഉച്ചയ്ക്ക് നല്ല സദ്യ ആയിരിക്കും. അപ്പോൾ ഇവിടെ ഞാൻ സദ്യ കഴിക്കാനാണ് എക്സൈറ്റഡ്. പിന്നെ ഇവർ നല്ല ക്ലൈൻറ്റ് ആട്ടോ. ഞാൻ ലേറ്റ് ആയിട്ടും നല്ല രീതിക്ക് തന്നെയാണ് അവർ പെരുമാറിയതും. പിന്നെ നമുക്കൊരു 1 month മുൻപേ ബുക്കിംഗ് വന്ന ഒരു പ്രോഗ്രാം ആയിരുന്നു ഇത്. സോ ഇത് സക്സസ്ഫുള്ളി നമ്മൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി സദ്യ കഴിക്കാം. സോ നമ്മൾ സദ്യ കഴിക്കാനായിട്ടിരിക്കുകയാണ്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നമ്മുടെ ഡാൻസ് ടീമിൻ്റെ കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ നമ്മുടെ ഡാൻസ് ടീമിൻ്റെ മുതലാളി ആൻഡ് ടീം മെമ്പേഴ്സ് നമ്മുടെ കൂടെ ഉണ്ട്. നമ്മുടെ ഡാൻസ് ടീമിൻ്റെ പേര് DN ക്രൂ എന്നാണ്. എന്താ അഭിപ്രായം എന്ന് ഞങ്ങളാണ് പറയുന്നത്. നമ്മുടെ അടിപൊളി ഡാൻസേഴ്സ് ആണ്. ആൻഡ് ഒത്തിരി നാളായിട്ടുള്ള പരിചയമാണ് ഇവരായിട്ട്. സോ ഇവിടെ ഡാൻസ് ടീമിനെ പറ്റി പറയാം. എല്ലാ രീതിയിലുള്ള സർവീസ് വൈപ്പിനടവരക്കാരാണ് നമ്മുടെ ഡാൻസ് ടീമിൻ്റെ പ്ലേസ് വരുന്നത്. നമ്മൾ എവിടെ കേരളത്തിൽ എവിടെ വിളിച്ച് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ വെഡിങ് പ്രോഗ്രാം ഹാപ്പിയാക്കി ചെയ്തു തരുന്നതാണ്. ഓക്കെ, അപ്പോൾ ഈ പരിപാടിക്ക് നമ്മുടെ ചാനലിൽ വരും. ഡാൻസിൻ്റെ പെർഫോമൻസ് വീഡിയോസ് എല്ലാം ചാനലിലുണ്ടാവും. സോ നമ്മുടെ ഇൻസ്റ്റഗ്രാം ID DN ക്രൂ എന്നാണ്. നമ്മുടെ DN ക്രൂ എന്നാണ് ഡാൻസ് ടീമിൻ്റെ പേര്. നമ്മുടെ ഡാൻസേഴ്സൊക്കെ നല്ല അടിപൊളി ഡാൻസേഴ്സാണ്. അപ്പോൾ എന്തെങ്കിലും എൻക്വയറി ഒക്കെ ഉണ്ടെങ്കിൽ ചെയ്യാവുന്നതാണ്. സോ നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. നല്ല സദ്യയായിരുന്നു. 2 തരം പായസമൊക്കെ ഉണ്ടായിരുന്നു. പരിപ്പ് പായസവും പിന്നെ പാലട പായസവും പപ്പടവും പഴമൊക്കെ കൂട്ടി നല്ല സദ്യയൊക്കെ കഴിച്ചു. അപ്പോൾ ഇവിടുത്തെ പരിപാടി ഇപ്പോൾ കഴിഞ്ഞു. ഇപ്പോൾ ഒരു 1 മണി ആയിട്ടുണ്ട്. എനിക്കിനിയും 2ാമത്തെ പരിപാടി കുറച്ച് ലോങ്ങാണ് വരുന്നത്. അപ്പോൾ ഞാനെന്താ എൻ്റെ
ഡിയോക്കുട്ടൻ്റെ ഒപ്പമാണ്. എൻ്റെ അങ്ങനെയൊക്കെ എന്തോ വാക്കുണ്ടല്ലോ, പള്ളിയിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, സംഗത സഹജൻ. എൻ്റെ വണ്ടി. ഇതാണ്. അപ്പോൾ ഡിയോടൊപ്പമാണ് ഞാൻ എല്ലായിടത്തും നമ്മൾ എല്ലാ വർക്കിനും പോകുന്നത്. അപ്പം ഇവിടെ ഇത് നായരമ്പലാണ്. അപ്പോൾ ഇവിടെ എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീടുണ്ട്. എൻ്റെ ഒപ്പം ഡിഗ്രിക്ക് പഠിച്ച എൻ്റെ ഫ്രണ്ടാണ്. അപ്പോൾ കണ്ടിട്ട് കുറേ നാളെ, എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ കണ്ടിട്ട് കുറേ നാളെ. അപ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഇനിയിപ്പോൾ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഞാൻ വീട്ടിൽ കയറാണ്ട് പോയി. ഇവിടെ വരെ വന്നിട്ട് ഞാൻ നമ്മുടെ സ്റ്റോറിയൊക്കെ കാണുമ്പോൾ ഇവിടെ വരെ വന്നിട്ട് ഞാൻ വീട്ടിൽ കയറാണ്ട് പോയി. ദൈവം ഈ കാറിലാളുണ്ടല്ല. വീട്ടിൽ കയറാണ്ട് പോയി എന്ന് പറയുമ്പോഴത്തേക്കും ആൾക്ക് കുറച്ച് വിഷമാവും. സോ ഞാൻ വീട്ടിൽ കയറിയിട്ട് അവളെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. ഞാൻ അവളെ കാണാനായിട്ട് ഇപ്പോൾ അവളുടെ വീടിൻ്റെ അവിടെ എത്തിയിട്ടുണ്ട്. ഒരു 2 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ, നമ്മുടെ ഹാളിൽ നിന്ന് 2 മിനിറ്റിൻ്റെ ദൂരമുള്ളൂ. സോ ഞാൻ അവളുടെ വീടിൻ്റെ വഴി കൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ഒരു 3 വർഷമായി കണ്ടിട്ട്. ഫോൺ വിളിയും സംസാരമൊക്കെ ഉണ്ട്. 3 വർഷമായി കണ്ടിട്ട്. കാവ്യ കുറച്ച് എക്സൈറ്റഡ് ആവട്ടോ, വീഡിയോ എടുക്കുക. ഞാൻ അവളെ വിളിച്ച് പറഞ്ഞു ഓൾറെഡി ഞാൻ വരുന്നുണ്ട്, കാരണം എനിക്ക് വഴി അറിയാത്തതുകൊണ്ട്. ഞാൻ ഓൾറെഡി വിളിച്ച് വരുന്നുണ്ടെന്ന് പറഞ്ഞായിരുന്നു. ഇനിയിപ്പോൾ വീട്ടിലില്ലാണ്ട് ഞാൻ ഇങ്ങോട്ട് വരാം, എൻ്റെ യൂട്യൂബ് വീഡിയോ. സോ ഗൈസ്, ദിസ് ഈസ് മൈ ഫ്രണ്ട് കാവ്യ. ഞങ്ങൾ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചതായിരുന്നു. BCA, ഞാൻ ഡിഗ്രി BCA ആയിരുന്നു ഗൈസ്. സോ ഡിഗ്രി ഒരുമിച്ച് പഠിച്ചതാണ് ഞങ്ങൾ. ഡിഗ്രി കോളേജ് കഴിഞ്ഞിട്ട് പിന്നെ അങ്ങനെ കണ്ടിട്ടുണ്ടോ? ഒന്നോ രണ്ടോ വീട്ടിൽ വന്നിട്ട് ഒരു കല്യാണത്തിന്, ഒരു ഫ്രണ്ടിൻ്റെ കല്യാണത്തിന് ഞങ്ങൾ മീറ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ അതും ഇപ്പോൾ ഒരു 2-3 കൊല്ലമായി അല്ലേ? ആയിക്കാണും. ഇവിടെ വരെ വന്നിട്ട് എങ്ങനെയാ കാവ്യനെ കാണാതെ? അതെ. അപ്പോൾ ഞങ്ങൾ മീറ്റ് ചെയ്ത് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. പിന്നെ എനിക്ക് വർക്ക് ഉള്ളത് കൊണ്ട് അധികം നേരം ഇരിക്കാൻ പറ്റില്ല, വർത്താനം പറയാൻ പറ്റില്ല. ഞാൻ വർത്താനം പറയാൻ വേണ്ടി പിന്നെ ഒരു ദിവസം വരുന്നതായിരിക്കും എന്ന് പറയും. എല്ലാവരുടെ അടുത്ത് അങ്ങനെയൊക്കെ പറയാം. പക്ഷെ ഇങ്ങനെ സഡൻ മീറ്റിംഗ് രസമല്ലേ? പെട്ടെന്ന് കണ്ടത്, ഒട്ടും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് ഇങ്ങനത്തെ മീറ്റിംഗ് ഒക്കെ രസമാണ്. സോ ബൈ. ഞാനിപ്പോൾ വീട്ടിലെത്തിയിട്ടുണ്ട്. വീട്ടിൻ്റെ ഉള്ളിൽ TV വെച്ചിട്ടുണ്ട്, അപ്പോൾ അതിൻ്റെ സൗണ്ട്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത വർക്ക് പോകണം. ഒരു 1 hour സമയമുള്ളൂ. ഒന്ന് റിഫ്രഷ് ആവുക, ഡ്രസ് ചേഞ്ച് ചെയ്യുക. ഒരു 1 hourനുള്ളിൽ തന്നെ എന്തായാലും ഇറങ്ങണം. അത് കുറച്ച് ലോങ് ആണ്. ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഞാനിപ്പോൾ നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു 50 കിലോമീറ്റർ, 1.5 മണിക്കൂർ എടുക്കും നമ്മളവിടെ എത്താനായിട്ട്. സോ പെട്ടെന്ന് റെഡി ആവണം. 1 മണിക്കൂർ സമയമുള്ളൂ. ഇനി ഞാൻ അടുത്ത വർക്കിന് ഇറങ്ങുമ്പോൾ കാണിച്ചു തരാം. അപ്പം ഞാൻ അടുത്ത വർക്കിന് റെഡിയായി ഞാൻ ഇറങ്ങാൻ പോവാണ്. 1 മണിക്കൂറൊന്നും എടുത്തില്ല, പെട്ടെന്ന് റെഡിയായി. അതിൻ്റെ ഇടയിൽ നമുക്ക് സമയം പോയത്, നമുക്ക് ക്ലയൻറ്റ് അവർ ബിസി ആയതുകൊണ്ട് എനിക്ക് വോയിസ് ആണ് അയച്ചത്. നമ്മുടെ ഡീറ്റെയിൽസ്, ഫാമിലിയുടെ ഡീറ്റെയിൽസ് ഉണ്ടല്ലോ, അപ്പോൾ അത് വോയിസ് അയച്ചത്. ഞാനപ്പോൾ അതിരുന്ന് ടെക്സ്റ്റ് അത് നമ്മൾ എഴുതി വെച്ചിട്ട് ഫോട്ടോ എടുത്തു. മുടിയൊക്കെ ഇങ്ങനെ ഇട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിവിടെ നിന്ന് നേരത്തെ പറഞ്ഞ പോലെ ഒരു 50 കിലോമീറ്റർ ഉണ്ട്. ഇപ്പോൾ ഒരു 3:15 ഒക്കെ ആയിട്ടുണ്ട് സമയം. അപ്പോൾ ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി ഒരു 5 മണി ആകുമ്പോഴത്തേക്കും എനിക്ക് അവിടെ എത്തണം. നമുക്ക് നമ്മുടെ ഈ ഡിയോയിൽ ഞാൻ ഒറ്റയ്ക്ക്. യെസ്, ഐ എം റെഡി. പിന്നെ ഞാൻ മേക്കപ്പ് ചെയ്തിട്ടാണ് എപ്പോഴും ഇറങ്ങാറ്. കാരണം അവിടെ ചെന്ന് കഴിഞ്ഞാൽ നമുക്കറിയില്ല എങ്ങനെയാണ് അവിടെ റൂംസൊക്കെ അവൈലബിൾ ആണോ എന്നറിയില്ല. അപ്പം ഞാൻ എപ്പോഴും എനിക്ക് ഇഷ്ടം അത് തന്നെയാണ്, വീട്ടിൽ നിന്ന് മേക്കപ്പ് ചെയ്തിട്ട് ഇറങ്ങാമെന്നുള്ളതാണ്. ഡ്രസ്സപ്പും എല്ലാം ചെയ്തിട്ട് ഇറങ്ങാമെന്നാണ്. പിന്നെ ഞാൻ അവിടെ ചെന്നിട്ട് നമുക്ക് ടൈം ഉണ്ടെങ്കിൽ ടച്ചപ്പ് ചെയ്യും, കുറച്ചും കൂടി ഒന്ന് നീറ്റായിട്ടൊന്ന് ഫ്രഷ് ആയിട്ട് ഇരിക്കാനായിട്ട് നോക്കും. ഇപ്പോൾ ഇതാണ്. ഇനിയിപ്പോൾ അവിടെ ചെന്നിട്ട് നമുക്ക് ബാക്കി ആക്സസറീസും കാര്യങ്ങളൊക്കെ ഇടാം. ഓക്കെ, അപ്പോൾ ബൈ. ഞാൻ അവിടെ എത്തിയിട്ട് ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്രയ്ക്ക് ശേഷം കാണിച്ചു തരാം. സോ ഫൈനലി ഞാൻ നമ്മുടെ വെന്യൂവിലെത്തി. എൻ്റെ മുടിയൊക്കെ കുറച്ച് ഹെൽമെറ്റ് വെച്ചിട്ടാണ്. സോ ഫൈനലി ഞാൻ നമ്മുടെ വെന്യൂവിലെത്തി. ഇവിടെ ഇന്നൊരു മുസ്ലിം വെഡ്ഡിങ് ആണ്. ഓക്കെ,
മുസ്ലിം വെഡ്ഡിംഗ് ആണ്. നല്ല ഭംഗിയിൽ ഡെക്കോർ ചെയ്തിട്ടുണ്ട്. കായൽക്കടവ് എന്നാണ് റിസോർട്ടിൻ്റെ പേര് പറഞ്ഞത്. അപ്പോൾ ശരിക്കും കായലാണ് ബാക്കിൽ. കായലിൻ്റെ ഫ്രണ്ടിലായിട്ട് നല്ല ഭംഗിയുള്ള അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. പ്രിപ്പറേഷൻസ് നടക്കുന്നുള്ളൂ. എനിക്കറിയാവുന്ന അത്യാവശ്യം നേരത്തെ ആയിരിക്കും എന്നുള്ളത്. എന്തായാലും ലൈറ്റ് പോയതിന് ശേഷമായിരിക്കും കപ്പിളിൻ്റെ എൻട്രി ഒക്കെ വരുന്നത്. എനിവേ അത്യാവശ്യം നേരത്തെ എത്തി. നമ്മുടെ ഇവന്റ് ടീമിനൊക്കെ നമ്മുടെ 1.5 മണിക്കൂറത്തെ യാത്ര കുറച്ച് കാഠിന്യകരമായിരുന്നു. നമ്മുടെ ഇവിടെ പ്രിപ്പറേഷൻസ് ഒക്കെ ഇങ്ങനെ നടക്കുന്നുള്ളൂ. നല്ല സ്പേസ് ഇട്ട്, നല്ല ഓപ്പൺ സ്പേസ് ഇതാ ബാക്കിൽ കാണുന്നില്ല. നല്ല ഓപ്പൺ സ്പേസ്. മഴ വന്നാൽ വിടും, മഴ വരില്ല എന്ന് വിചാരിക്കാം. നല്ല സ്റ്റേജൊക്കെയാണ് ബാക്കിൽ. ഞാൻ അവർ പ്രിപ്പറേഷൻസ് ഒക്കെ കഴിഞ്ഞിട്ട് സ്റ്റേജൊക്കെ കാണിച്ചു തരാം. ആൻഡ് ഇതിൻ്റെ ബാക്കിൽ കായലാണുള്ളത്. അപ്പം നമുക്കിനി കായൽ കാണാം. ഇത് നല്ല ഭംഗിയുള്ള ഏരിയ കേട്ടോ. നല്ല സൺസെറ്റൊക്കെ കാണാം. ഞാനിപ്പോൾ കാണിച്ചു തരാം. നോക്കൂ, നല്ല ഭംഗിയുള്ളൊരു ഏരിയ. സൺസെറ്റ് ഇങ്ങനെ കാണാം. ഇവിടെ ഒരു തോണിയൊക്കെ ഉണ്ട്. ആൻഡ് നമ്മുടെ വെന്യൂ വരുമ്പോൾ ഇതിൻ്റെ ബാക്കിലായിട്ട് ഇങ്ങനെയാണ് നമ്മുടെ ഇന്നത്തെ ഫുൾ വെന്യൂ വരുന്നത്. നമ്മുടെ ഇവൻറ്റ് ടീമിൻ്റെ ആ ഒരു ഫൈനൽ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു. ഗസ്റ്റുകൾ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ആക്ച്വലി കുറച്ച് ഗസ്റ്റുകളൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈവനിങ് പ്രോഗ്രാം ഗുരുവായൂർ അടുത്തുള്ള കായൽക്കടവ് റിസോർട്ടിലായിരുന്നു. ഒരു മുസ്ലിം വെഡിങ് റിസപ്ഷൻ ആയിരുന്നു. അപ്പോൾ ഇത് ഓൾമോസ്റ്റ് ഗസ്റ്റുകളൊക്കെ ഇങ്ങനെ എത്തി തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് നമ്മുടെ ഈവനിങ് ടീം ആ ഒരു ഫൈനൽ അറേഞ്ച്മെൻറ്റ്സും കാര്യങ്ങളും നടത്തുകയാണ്. ആൻഡ് കപ്പിളിൻ്റെ എൻട്രി എപ്പോഴും ആ ഒരു സൺലൈറ്റ് പോയതിന് ശേഷമാണ് കൊടുക്കാനായിട്ട് നോക്കുക. ആ ഒരു ഇരുട്ടായി കഴിഞ്ഞാൽ കുറച്ചും കൂടി ഭംഗിയായിരിക്കും അവരുടെ എൻട്രി ടൈമിൽ. ഫൈനലി നമ്മുടെ കപ്പിൾ സ്റ്റേജിലേക്ക് എത്തി. ഒരു ഗ്രാൻഡ് എൻട്രി ആയിരുന്നു. നമ്മൾക്ക് മ്യൂസിക് ടീം ഉണ്ടായിരുന്നു. ആൻഡ് ആ ഒരു അറേഞ്ച്മെൻറ്റ്സും എല്ലാം കൂടിയും കൂടിയിട്ട് ഒരു ഗംഭീര എൻട്രി ആയിരുന്നു കപ്പിളിന് ഉണ്ടായിരുന്നത്. സുശീലി ആ ഒരു കുട്ടിയാണ് സൽമാന്റെ കൈകളിൽ ഏൽപ്പിച്ചിട്ടുള്ളത്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഡാൻസ് ചെയ്യേണ്ട ഒരു സൈഡിലോടൊക്കെ ആയിട്ട് പതുക്കെ ഡാൻസ് ഒക്കെ തുടങ്ങിയിട്ടുണ്ട്. ഈ ഫ്രണ്ടിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് പുതുമണവാളിന്റെ മണവാട്ടിയൊക്കെ ആയിട്ട് ഒരു അടിപൊളി ഡാൻസ് ഒക്കെ ചെയ്യാം, ഒരു അടിപൊളി പാട്ടൊക്കെ പാടിയിട്ട് വരുന്നുണ്ടോ? നമുക്കിന്ന് മ്യൂസിക് ടീം നമ്മുടെ ഒപ്പം ഉണ്ട്. സോഷ്യൽ മീഡിയ വൈറൽ പാർട്ട് ഓഫ് ഫാമിലി എന്നാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യാനായിട്ട് പറഞ്ഞത്. 2 പേര് നമ്മുടെ കൂടെയുണ്ട്. ആൻഡ് സ്റ്റേജിലായിട്ട് ഫോട്ടോ സെക്ഷൻ നടക്കുന്നു. ഞാനിവിടെ സ്റ്റേജിൻ്റെ സൈഡിലായിട്ട് ഇരിക്കുന്നു. ഇടയ്ക്ക് കയറിയിട്ട് അനൗൺസ്മെൻറ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി ഗസ്റ്റ് ഉണ്ടെന്ന്, ഒരുപാട് ഗസ്റ്റ് ഉണ്ട്. നമ്മൾക്ക് വെഡിങ് ഗസ്റ്റായിട്ട് ഒത്തിരി പേരുണ്ട്. അപ്പോൾ സ്റ്റേജിൽ ഫോട്ടോ സെക്ഷൻ ഉണ്ട്. പിന്നെ അതുപോലെ ഫുഡിൻ്റെ കാര്യം ഇതൊക്കെ നമ്മൾ അനൗൺസ് ചെയ്തിട്ടു. ആൻഡ് നമ്മുടെ ഇപ്പം മ്യൂസിക് ടീം ഉണ്ടെന്ന്. അപ്പോൾ അവർ പാട്ട് പാടിക്കൊണ്ടിരിക്കുന്നു. ഹായ് പറ. ഹെയർ കാണിച്ചു കൊടുക്ക്. ന്യൂഡിൽസ് ഹെയർ കാണിച്ചു കൊടുക്കും. വാ, പാട്ട് പാടുന്ന സോ ഫൈനലി നമ്മുടെ വർക്കൊക്കെ കഴിഞ്ഞു. നല്ല ഗംഭീരമായിട്ടുള്ള പരിപാടിയായിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫുഡ് കഴിച്ചു. ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റില്ല, കാരണം ഇത്ര നേരം ഇരുന്നിട്ട് ഒത്തിരി ഒന്നും കഴിക്കാൻ പറ്റില്ല. നല്ല മെനു ആയിരുന്നു കേട്ടോ. ഫുഡിൻ്റെ ഒത്തിരി ഓപ്ഷൻസ് ഉണ്ടായിരുന്നു. അപ്പോൾ ഫുഡ് കഴിച്ചു. ഇപ്പോൾ ഏകദേശം എനിക്ക് തോന്നുന്നൊരു 10 മണി ആവാറായിട്ടുണ്ട്. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങുകയാണ്. അതേ നമ്മുടെ ഡിയോ അവിടെ വെയിറ്റിംഗ് ആണ്. ഞാനും ഡിയോ. ഇനി എഗെയിൻ ഒരു 1.5 മണിക്കൂറിൻ്റെ യാത്ര. സോ എനിക്ക് തോന്നുന്നില്ല ഞാൻ വീട്ടിലെത്തി കഴിഞ്ഞിട്ട് എൻട്രിങ് എടുക്കും. എന്തായാലും ഞാൻ വീട്ടിലെത്തും ഉറപ്പാണ്. ഇത് അപ്ലോഡ് ചെയ്താൽ ഞാൻ എന്തായാലും വീട്ടിലെത്തിയിട്ടുണ്ടാവും. സോ താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ്